എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ വീഡിയോയുടെ അടുത്ത രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത്. നമ്മൾ ഓൾറെഡി 2 അല്ല 3 ആദ്യം നമ്മൾ ഓയിൽ ഉണ്ടാക്കി വെച്ചു. രണ്ടാമത്തെ ദിവസം എങ്ങനെയാണ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നതെന്ന് കാണിച്ചു. ഇന്നത്തെ ദിവസം നമ്മൾ വാഷ് ചെയ്ത് കാലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ഉള്ള മോയ്സ്ചറൈസിങ് ക്രീം എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് കൈക്കും കൂടെ ഉള്ളതാണ്, നിങ്ങൾ കാലിന് മാത്രമല്ല. ഞാൻ കാല് കാണിക്കുന്നതേ ഉള്ളൂ. അതേ പ്രൊസീജിയർ നിങ്ങൾക്ക് കയ്യിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നലെ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ കയ്യിലും കാലിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ആ ഒരു ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യാമോ എന്നുള്ളത്. ഫേസിലും അപ്ലൈ ചെയ്യാം ആ ഒരു ഓയിൽ. പിന്നെ ചെമ്പരത്തിപ്പൂ ഇല്ലാത്തവർക്കാണെങ്കിൽ റോസിന്റെ, നമ്മുടെ ചുമന്ന റോസോ അല്ലെങ്കിൽ പനിനീർ റോസോ ഉണ്ടല്ലോ, അത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് റോസ് പൂവും നമുക്ക് ആ ഒരു എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഭയങ്കര ഡാർക്ക് എന്നുവെച്ചാൽ അല്ലെങ്കിൽ വേണ്ട, അതവിടെ നിൽക്കട്ടെ, പിന്നെ പറയാം ഞാൻ. അപ്പോൾ ആ ഒരു റോസും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് ഉണ്ടാക്കാം. 2 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓയിൽ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പലർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതേ ഓയിൽ, ചെമ്പരത്തിപ്പൂട്ട് ഉണ്ടാക്കിയ അതേ ഓയിൽ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനും നല്ലതാണ്. ഡ്രൈ സ്കിന്നിന്, ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്രൈ സ്കിന്നിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് കാലിലേക്ക് വാഷ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് മസാജിങ് ക്രീം ഇടുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹം ലൈക്കായിട്ട് കാണിക്കുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ടംബ്ലറിൽ അത്യാവശ്യം ഒരു ഇളം ചൂടുവെള്ളം, ഓക്കെ, ഒരുപാട് ചൂടൊന്നും വേണ്ട, ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഞാൻ പെബിൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 50 രൂപ കൊടുത്ത ഒരു പാക്കറ്റ് നിറയെ പെബിൾസ് കിട്ടും. ഇതുപോലുള്ള പെബിൾസ് കാലിൽ മസാജ് ചെയ്യാനായിട്ട് നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ. ഞാൻ മീൻ തൊട്ടിക്കകത്ത് ഇട്ട് വെച്ചിരുന്നതായിരുന്നു. അപ്പം വേറെ എൻ്റെ കയ്യിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് മാത്രം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇളം ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഉപ്പ്, കല്ലുപ്പ് ഈ അളവിനിടാം. നമുക്ക് ബാത്ത് സോൾട്ട് വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ ബാത്ത് സോൾട്ട് ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ കല്ലുപ്പ് ഒരു പിഞ്ച് കല്ലുപ്പിടുക. അതിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു ഷാമ്പു, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു ഒരു കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കാലിന് എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. എന്നിട്ട് കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടുണ്ട്, ചെറിയ രീതിയിലുള്ള ചൂടുണ്ട്. എന്നിട്ട് കാല് നമുക്ക് അതിനകത്ത് ഇറക്കി വയ്ക്കാം. നമ്മളെ കാല് ഇറക്കി വെച്ചേ, പതുക്കെ ചെറിയ ചൂടുണ്ടാവും. അത് നമ്മുടെ അത് കുഴപ്പമില്ല, ചെറിയ ചൂട് നല്ലത് തന്നെ. കല്ലിൻ്റെ മുകളിൽ ആ കാല് വയ്ക്കുക. കണ്ടോ, ഇന്നലെ നമ്മൾ ആ ഒരു ക്രീം മസാജ് ചെയ്തതിന് ശേഷം അവൾ അങ്ങനെ തന്നെ ഇതാക്കിയിട്ട് കാല് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. കാലിൻ്റെ ആ നഖമൊക്കെ ഒരുമാതിരി ഇരുന്നിയായിരുന്നു, അതൊക്കെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം പതുക്കെ ഒറ്റയടിക്കൊന്നും വെക്കരുത്, പതുക്കെ ആയിട്ട് വെക്കുക. കുറച്ചായിട്ട് നമ്മുടെ കാലിൽ ആ ഒരു ചൂട് മിതമായതിന് ശേഷം നല്ല പോലെ ഇറക്കി വെക്കുക. കണ്ടോ, കാലൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ് അതുപോലെ ഉണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് പതുക്കെ ഇറക്കി വെക്കും മോളെ. ആ കല്ലിൻ്റെ മുകളിൽ പതുക്കെ ആയിട്ട് ഇറക്കി വെക്കണം. ഇങ്ങനെ നമ്മളൊരു അരമണിക്കൂർ കാല് ഇറക്കി വെക്കുക വെള്ളത്തിനകത്ത്. നല്ല ചൂടുണ്ട്, അത് സാരമല്ല, പതുക്കെ ഇറക്കി വെക്കേ. നല്ലപോലെ ഇറക്കി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ, അതായത് നമ്മുടെ കാലിൻ്റെ ഈ ഉപ്പൂറ്റി ഭാഗമില്ലേ, ഈ ഉപ്പൂറ്റിയുടെ ഒക്കെ ഉള്ള ആ ഒരു ക്രാക്സ് ഒക്കെ, ഇവർക്ക് ഇപ്പോൾ ക്രാക്സ് ഒന്നുമില്ല, ക്രാക്സ് ഒക്കെ മാറണം. അതുവരേക്കും നല്ലപോലെ ഇറക്കി വെക്കുക. നല്ലപോലെ ഇറക്കി പതുക്കെ ആയിട്ട് വെച്ചിട്ട് നല്ലപോലെ അത് ഒരു കാല് നല്ലപോലെ സോഫ്റ്റ് ആകട്ടെ. നല്ലപോലെ മുക്കി വെച്ചേ. നമുക്ക് മാക്സിമം നല്ലപോലെ വെള്ളം മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ അത്രയും മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ളൊരു പാത്രം ഇല്ല, നോർമലായിട്ടുള്ള, ഇതിപ്പോൾ കാലൊക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ നല്ലപോലെ വെക്കാം. ആ കല്ലിൻ്റെ മുകളിൽ വെക്കുവാണെങ്കിൽ നല്ലപോലെ ഒരു മസാജും കിട്ടും കല്ലിന്. ഇതുപോലെ വെക്കും. ഒരു അരമണിക്കൂർ, 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ കാല് മുക്കി വെക്കണം. അതിനുശേഷം കാല് നല്ലപോലെ ഉരച്ച് കഴുകണം കേട്ടോ. ബ്രഷോ എന്തെങ്കിലും വെച്ചിട്ട് ഉരച്ച് കഴുകണം. കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ നമ്മുടെ പ്യൂമിക് സ്റ്റോൺ വെച്ചിട്ട് ഉരയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാറക്കല്ലായാലും മതി. പാറക്കല്ലിൽ വെച്ചിട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയാലും മതി. അപ്പോൾ ഇതുപോലെ ഒരു 20 മിനിറ്റ്, ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ കാലിൽ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ കാല് വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. കാല് നല്ലപോലെ സോക്കായിട്ടുണ്ടാവും, കാലിൻ്റെ വിരലൊക്കെ നല്ല രീതിയിൽ സോക്കായിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ഇതുപോലെ പഴയ എന്തെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് കാല് നല്ലപോലെ ഇതുപോലെ ഉരച്ച് കഴുകി കൊടുക്കുക. പിമിക് സ്റ്റോൺ ആണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ പിമിക് സ്റ്റോൺ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ഇതുപോലെ ബ്രഷ് ആണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കഴുകിയാലും മതി. ഇതുപോലെ നല്ലപോലെ ഉരച്ച് കഴുകി കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലിൻ്റെ അടിയിലുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. ക്രാക്സ് ഒക്കെ ഉള്ള ഭാഗത്ത് നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക. ഇതുപോലെ
ഉപ്പൂറ്റി ഭാഗമൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് കാല് തേച്ചതിന് ശേഷം കാലിൻ്റെ വിരലുകൾ എടുത്തിട്ട് നല്ലപോലെ കാലിൻ്റെ വിരൽ ഉരച്ച് കഴുകുക. 2 കാലും ഇതുപോലെ നല്ല രീതിയിൽ ഉരച്ച് കഴുകണം കേട്ടോ. നമ്മുടെ ആ കാലിൻ്റെ വിരലിൻ്റെ അകവും പുറവും ഒക്കെ നല്ല രീതിയിൽ ഉരച്ച് കഴുകുക. ഞാനിപ്പോൾ ഈ ഉരച്ച് കഴുകിയതിന് ശേഷം നിങ്ങളെ കാണിക്കാം. 2 കാലും ഞാൻ നല്ല വൃത്തിയായിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട്. കാലിൻ്റെ നഖത്തിലൊക്കെ ഉള്ള അഴുക്ക്, നമ്മളിങ്ങനെ ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഈ നഖത്തിലൊക്കെ ഉള്ള അഴുക്ക് പൂർണ്ണമായിട്ടും മാറും കേട്ടോ. നല്ലപോലെ കഴുകുക. നല്ലപോലെ ഇതുപോലെ തേച്ച് കഴുകുക. നിങ്ങൾ കൊണ്ട് ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നല്ലപോലെ ഉരച്ച് കഴുകണം കേട്ടോ. ബിക്കോസ് കാലിലെന്ന് പറയുന്നത് കുറച്ച് ഹാർഡ് സ്കിന്നാണ്. കാലിൻ്റെ അടിഭാഗത്തൊക്കെ ഭയങ്കര ഹാർഡ് സ്കിന്നാണ്. അതൊക്കെ നല്ലപോലെ ഉരച്ച് കഴുകിയാൽ മാത്രമേ നല്ല ക്ലീൻ ആവുള്ളൂ. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റും കൂടെ ആ ഒരു ചൂട് വെള്ളത്തിൽ തന്നെ മുക്കി വെച്ചിട്ട് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ നല്ലപോലെ ഒരു 5 മിനിറ്റ് കൂടെ ഇതിനകത്ത് ഇരുന്നിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. കാലിൻ്റെ ഫുൾ ഭാഗവും നമുക്കിത് വെച്ച് കഴുകാം കേട്ടോ. കാലിൻ്റെ ഈ ഭാഗം തൊട്ട് നമ്മുടെ ഇവിടെയും ഒക്കെ ഈ ഒരു ചൂട് വെള്ളം വെച്ച് തന്നെ നല്ല രീതിയിൽ കഴുകി, നമ്മൾ ഇന്നലെ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത മോയ്സ്ചറൈസർ, കാലിൽ നല്ല കളർ വെക്കാനുള്ള മോയ്സ്ചറൈസർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കാലിരിക്കട്ടെ ആ വെള്ളത്തിൽ തന്നെ, എന്നിട്ട് കഴുകിയിട്ട് വരാം. ആ ഒരു സമയം കൊണ്ട് ആ കാലിടുന്ന് കുതിരട്ടെ. ആ ഒരു കാലിങ്ങനെ കുതിർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പാക്ക്, അതായത് മോയ്സ്ചറൈസിങ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ 1 സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഹണി എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യണം. നമ്മളെടുത്ത ഒരേ 1 സ്പൂണിൽ 1 സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ റോസ് വാട്ടർ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് 3ഉം നല്ലപോലെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ ആഡ് ചെയ്ത് വെച്ചേക്കുക. ഒരു 5 മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മൾ അത് ചൂടാകുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ മിക്സ് ആകും. മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് നമ്മൾ കൈ കൊണ്ടോ എന്തോ കൊണ്ട് വേണമെങ്കിലും നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കാലിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി നമ്മൾ കാല് വാഷ് ചെയ്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു മസാജിങ് ക്രീം അതിനകത്ത് മസാജ് ചെയ്ത് പിടിപ്പിക്കാം. ഇപ്പം കാലൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാൽ തുടയ്ക്കുമ്പോൾ നല്ലതാ കാലിൻ്റെ ഈ വിരലിൻ്റെ ഇടയിലുള്ള ഭാഗവും ഒക്കെ നല്ലപോലെ തുടയ്ക്കണം. വിരലൊക്കെ നല്ലപോലെ തുടയ്ക്കണം. ഈ സമയത്ത് നമുക്ക് കാലിൻ്റെ നഖമൊക്കെ ഉണ്ടെങ്കിൽ നഖമൊക്കെ നല്ല ചേർത്ത് നല്ല വൃത്തിയായിട്ട് വിട്ടുക. ഇതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ നല്ലപോലെ എടുത്ത് കളയുക. ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി നമുക്ക് ഇതിൽ മസാജിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജിങ് ക്രീം നമ്മൾ എടുത്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ ഈ ഒരു മസാജിങ് ക്രീം. എന്നിട്ട് ദേ ഇതുപോലെ കൈകളിൽ എടുത്തിട്ട് കാലിൽ നല്ലപോലെ ആ ഒരു ചെറിയൊരു ചൂടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ കാല് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വന്നതാണ്, അപ്പോൾ ഒരു ചെറിയ ചൂടുണ്ടാവും. നല്ലപോലെ എടുത്ത് നമ്മുടെ വിരലുകളിലൊക്കെ ഇതേ രീതിയിൽ മസാജ് കൊടുക്കാം. നിങ്ങൾ എത്ര എന്താ പറയുക ഡ്രൈ ആയിട്ടുള്ള വരണ്ട സ്കിന്നാണെങ്കിലും ഇതുപോലെ ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഫുൾ സ്റ്റെപ്പ് ആഴ്ചയിൽ 1 പ്രാവശ്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സ്കിന്നിന് നല്ല കളർ വയ്ക്കുന്നത് നിങ്ങൾക്ക് കൺമുന്നേ അറിയാൻ പറ്റും. മസാജ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ കാല് ഇവിടെയൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് ആയിരിക്കുമല്ലോ നമുക്ക് ടാൻ വന്ന് കളർ പോയേക്കുന്നത്. ഈ മസാജ് ചെയ്യും നല്ല കൈക്ക് നല്ല പ്രഷർ കൊടുത്ത് മസാജ് ചെയ്യണം. നമ്മൾ തന്നെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരെപ്പോഴും ചെയ്തു തരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്യുമ്പോൾ ഈ ഉപ്പൂറ്റിയിൽ നമ്മുടെ ക്രാക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടും ആ വിണ്ട് കീറിയ ഇതൊക്കെ പോകാം. ഒരുപാട് വിണ്ട് കീറിയവരാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ, നമ്മൾ കുറച്ച് മെഴുകുതിരി ഉണ്ടല്ലോ, മെഴുകുതിരി ഉരുക്കി ആ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ ആ ക്രാക്സ് നല്ലപോലെ പോകും. ഇതുപോലെ നിങ്ങൾ പെഡിക്യൂർ ഇത് ഉപ്പൊക്കെ ഇട്ട് ഡെറ്റോളൊക്കെ ഇട്ട് ഇതുപോലെ പെഡിക്യൂർ ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ സ്കിന്നിനകത്തുള്ള എല്ലാവരും പറയും ക്രാക്സ് എന്ന്, അതൊന്നും ഒരു പ്രശ്നവുമില്ല. അതേ ഇതുപോലെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഈ മുളകാൽ താഴെ ഇതുപോലെ 2 കാലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഈ ഒരു മസാജിങ് ക്രീം വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. നല്ല മസാജ് ചെയ്ത് കൊടുക്കാം. വിരലൊക്കെ മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്യണേ. അപ്പോൾ ഞാൻ കണ്ടോ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാജ് ചെയ്ത് നല്ലപോലെ കാലിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്ന കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാനാണല്ലോ അവർക്ക് നല്ല ഒരു എന്താ പറയുക ഒരു ക്ഷീണം ഇല്ലായ്മയും ശരീരത്തിനൊക്കെ ഒരു നല്ല ഉണർച്ചയും. നമ്മുടെ കാലല്ലേ എല്ലാത്തിൻ്റെയും മെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സിരകളും മർമ്മങ്ങളും ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഈ കാലിൻ്റെ തുമ്പിലാണ്. നമ്മുടെ കണ്ണ്, തല, ബ്രെയിൻ എല്ലാം നമ്മുടെ കാലിൻ്റെ വിരലുകളിലാണ് ആ പ്രഷർ പോയിന്റ് ഉള്ളത്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം രാത്രി വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇതുപോലെ മസാജ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സോക്സ് കാൽ തറയിൽ വെക്കരുത്, വെക്കാതെ സോക്സ് ഇട്ടിട്ട്
ഇതുപോലെ ടൈറ്റായിട്ട് ഏതെങ്കിലും നല്ല കോട്ടൺ സോക്സ് ഇട്ടതിന് ശേഷം കിടന്നുറങ്ങുമ്പം രാവിലെ ആകുന്ന അതേപോലെ തന്നെ ഈ കാലിലും അതുപോലെ നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞതാണ് എങ്കിലും കുറച്ച് ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അൾട്രാ ഡ്രൈ ഒക്കെ ഉള്ളവരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ഓയിലും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഭയങ്കര ഡ്രൈ ആണ്, കാലിന് ഒരു രക്ഷയില്ലാത്ത ഡ്രൈനെസ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ഫുൾ വൈറ്റമിൻ ഇ ഓയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കാലിലും നമുക്ക് സോക്സ് ഇട്ട് വെക്കാം. സോക്സ് ഇട്ട് വെക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോട്ടൺ സോക്സ് ഇടണം, അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. സോക്സ് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സ്കിന്ന് അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. അപ്പൊ കണ്ടില്ലേ, ഇത്രയാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കാലിനെ സംരക്ഷിക്കാം. നമ്മൾ എല്ലാ സ്റ്റെപ്സും എല്ലാ പ്രോസസ്സും വളരെ ഈസിയാണ്. നമ്മൾ റെഗുലർ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ചില പേര് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. എന്ത് ജോലി ഉണ്ടായിരുന്നാലും ആ ആഴ്ചയിൽ ആ ഒരു ജോലി തലയിൽ ഇപ്പൊ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുന്നു, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ചെയ്താലാണ് റിസൾട്ട് കിട്ടുക. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേര് പറഞ്ഞ പ്രശ്നമാണ്. കയ്യിലെയും കാലുകളെ ചുളിവുകൾക്ക് നല്ലതാണ്, സോഫ്റ്റ് ആയിട്ടിരിക്കാൻ നല്ലതാണ്, ക്രാക്ഡ് ഹീൽസിന് നല്ലതാണ്, ഡ്രൈ സ്കിന്നിനും നല്ലതാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഹെന്ന ഇട്ട വീഡിയോയുടെ ഇൻഡിഗോ നമ്മൾ എഗെയിൻ സൺഡേ വീണ്ടും ഇടണം. ഞാനത് ഇടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നല്ലപോലെ എനിക്കത് നല്ല കളർ വെച്ചിട്ടുണ്ട്. നമുക്ക് എഗെയിൻ ഇൻഡിഗോ സൺഡേ വീണ്ടും ഇടാം. അതിനെക്കുറിച്ച് ഞാൻ വരുന്ന വീഡിയോകളിൽ പറയാം. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന് മുമ്പുള്ള തുടർച്ചയായിട്ടായിരിക്കും. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെയാണ്. ഒരു കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ചിലപ്പോൾ ഇന്നലെ നടന്നതിന്റെ ബാക്കിയായിരിക്കും ഇന്ന് നടക്കുക. അതേപോലെയാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ഫാമിലിയെ കൊണ്ടുപോകുന്നത്. കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ പറ്റുള്ളൂ. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് ഡിം ആക്കിയേക്കും. നമുക്ക് റെഡ് കളർ വേണ്ട, റെഡ് കളർ ഡേഞ്ചർ അല്ലേ, അപ്പോൾ റെഡ് കളർ വേണ്ട, ഡിം കളർ ആക്കിയേക്കുക. മറക്കാതെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.